ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നിങ്ങൾ മാന്യമായിട്ട് പിരിയുന്നത് നല്ലതെന്ന് പ്രിയമോള് പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ട് ഗീതു നിൽക്കുവാണ് കേട്ടോ. രഞ്ജു രേഖയും ഇടയ്ക്ക് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കാഞ്ചന ഇപ്പം പറയുകയാണ് ഇവർ ഭയങ്കര മിടുക്കരാണല്ലോ, ഇവരതുകൊണ്ടല്ലേ ബെസ്റ്റ് കപ്പിൾസായിട്ട് അഭിനയിച്ചിട്ട് വന്നതെന്ന് പറയുമ്പോൾ പ്രിയ പറയുക, അതാ പറഞ്ഞേ ഇവർക്ക് അഭിനയിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഇവർക്ക് പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ഗീതു മനസ്സിൽ പറയുകയാണ്, ഒരു ഹണിമൂൺ ട്രിപ്പ് ഞങ്ങൾ പോകുന്നുണ്ട്, പോയിട്ടൊന്ന് വന്നോട്ടെ, അത് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്നിങ്ങനെ പറയുവാണ്. പിന്നെ കാണിക്കുന്ന ഭദ്രനെയാണ് കേട്ടോ. ഭദ്രൻ പുതിയ ഹോം നേഴ്സിനെ കൊണ്ട് കാലൊക്കെ തിരുമിച്ച് പുതിയ ഷെഫിനെയും കൊണ്ട് പലതരം ജ്യൂസൊക്കെ ഇടിയിപ്പിച്ചിട്ട് പറയുവാണ്, പോയി കുറച്ച് നട്ട്സും കൂടെ എടുത്തിട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ആ സമയത്താണ് വിലാസിനി വിനോദിൻ്റെയും ഗീതുവിൻ്റെയും കൂടെ വീട്ടിലോട്ട് എത്തുന്നത്. വിലാസിനി വീടൊക്കെ കണ്ട് ആകെ സന്തോഷത്തോടെ ഇരിക്കുവാണ് കേട്ടോ. അകത്ത് കയറി ഭദ്രൻ്റെ ഈ കാട്ടായം കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഹോം നേഴ്സ് പറയാണ്, എൻ്റെ പൊന്നെ ഞങ്ങളോർത്തു ഇങ്ങേരെ നോക്കണ്ടേ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നട്ട്സും കൊണ്ടുവന്നേ പുള്ളി പറയാണ്, ഇനിയിപ്പോൾ നട്ട്സ് എന്തായാലും സാറിന് തരേണ്ട കാര്യമില്ലോ എന്നും പറഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഭദ്രൻ പറയുവാണ്, അതിപ്പം എന്താണ് ഈ വിലാസിനിക്ക് എൻ്റെ കാര്യം നോക്കാൻ പറ്റത്തില്ലല്ലോ, ആ കൂടെ എൻ്റെ കാര്യം കൂടി ഇവർ നോക്കിയെന്നോർത്ത് എന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നോക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹോം നേഴ്സ് വന്ന് വിലാസിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ കാണുമല്ലോ 2-3 ദിവസത്തേക്ക്, നീ പ്രിയയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിലാസിനെയും പറയുക, നേരെ മോള് പ്രഗ്നൻ്റൊക്കെ ആയിട്ടിരിക്കുമല്ലേ, നിന്നെ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും, നീ അവിടെ പോയി നിൽക്കുക എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഹോം നേഴ്സും ഷെഫൊന്നും പിന്നെ ഭദ്രനെ മൈൻഡ് ചെയ്യുന്നില്ല, രണ്ടുപേരും വിലാസിനിയുടെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പം ഭദ്രൻ ഇങ്ങനെ നല്ല സുഖമായിട്ട് വന്നതായിരുന്നു, കറക്റ്റ് സമയത്ത് അവൾ കയറി വന്നെല്ലാം നശിപ്പിച്ചു എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഗീതു ഗോവിന്ദനോട് ഹണിമൂണിന് പോകുന്ന കാര്യങ്ങളൊക്കെ വിലാസിനോട് ഇങ്ങനെ പറയുമ്പോൾ വിലാസിനി പറയുകയാണ്, മോളെ നീ ഓർക്കുന്ന പോലെയല്ല, നിൻ്റെ അച്ഛൻ ഇവിടെ ബോധത്തോടെ ഇരിക്കുവാണെങ്കിൽ രാധികാമ്മേനെ എന്തായാലും വിളിച്ചു പറയും, അറയ്ക്കല്ല അത് അറിയുകയും ചെയ്യും നീ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് അമ്മ ഒരു കാര്യം പറയാം, മോൾ അതുപോലെ തന്നെ ചെയ്യുക എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് വിലാസിനി ഗീതുവിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുവാണ്. അത് കേട്ട് ഗീതു നേരെ ഗോവിന്ദനെ വിളിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയുവാണ്, ഗോവിന്ദേട്ടാ പോരുന്ന വഴിക്ക് കുറച്ച് മദ്യം മേടിച്ചിട്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ്, ഇവളും ഇനി വെള്ളമടി തുടങ്ങിയോ, എന്തായാലും എൻ്റെ മനസ്സറിയുന്ന ഭാര്യ തന്നെ ഇവള്, ഹണിമൂൺ ട്രിപ്പ് പോകുമ്പം വെള്ളം അടിച്ച് ആഘോഷമായിട്ട് പോവാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് കുറേ മദ്യമൊക്കെ ആയിട്ട് വരുവാണ് കേട്ടോ വീട്ടിലോട്ട്. ഗോവിന്ദ് ഇങ്ങനെ മദ്യമായിട്ട് വരുമ്പോഴത്തേക്കും ഗീതു അവിടെ ചെല്ലുവാണ്. എന്നിട്ട് ഗീതു ആക്ടിങ് തുടങ്ങുവാണ് കേട്ടോ ഗോവിന്ദനെ കാണുമ്പോഴേക്കും. നിങ്ങളെന്തായാലും ബിസിനസ് മീറ്റിങ്ങിന് പോകാമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഈ വഴി വരാൻ പറഞ്ഞത്, നിങ്ങളുടെ വണ്ടിക്കകത്തിരിക്കുന്ന ആ സാധനം ഇങ്ങ് എടുക്കുക എന്ന് പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് ഇങ്ങനെ ഒന്നും അറിയാത്തല്ലേ, നീ ഒരു പൂ വെച്ചാൽ ഞാൻ നിനക്ക് പൂങ്കാവനം തരുവല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഷെഫിനോട് ഗീതു പറയാം, ആ വണ്ടിക്കകത്തിരിക്കുന്ന മദ്യം എല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേക്കെന്ന് പറയുവാണ്. എന്നിട്ട് ഭദ്രം കാണാൻ നേരത്ത് ഗീതു ആക്റ്റീവാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കുടിച്ച് കറങ്ങി നടക്കും എന്ന് എനിക്കറിയാം, ഇനി നിങ്ങളെന്തായാലും പൊക്കോ, ഇനിയിപ്പോൾ നിങ്ങൾ കുടിക്കാനൊന്നും പോകുന്നില്ല, എവിടുന്നേലും മേടിച്ച് കുടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭദ്രൻ കേൾക്കെ ആ പുള്ളിയോട് ഗീതു വീണ്ടും പറയാം, ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞേക്കെന്ന് പറയുമ്പോൾ ഭദ്രൻ ഓടിച്ചെന്നത് മേടിച്ചിട്ട് പറയാം, ഇതൊക്കെ ഞാൻ തന്നെ നശിപ്പിച്ചോളാം മോളെ എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഗീതു പറയുകയാണ്, ഇതൊരു പ്ലാനാ, അച്ഛനെ ബോധത്തോടെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റുകയില്ല, എന്തായാലും നിങ്ങൾ അമ്മയെ കണ്ടിട്ട് ഇറങ്ങുക, ഞാൻ വേറെ പുറകെ വന്നോളാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛൻ്റെ ബോധം പൊക്കോളും എന്നുള്ള രീതിയിൽ പറയുവാണ്. വിലാസിനി ഗോവിന്ദനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ വിലാസിനി പറയുന്നുണ്ട്, ഇതുവരെയുള്ള എല്ലാ കാര്യവും മോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ പരസ്പരം ഒരുമിച്ച് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം, നിങ്ങൾ ഇച്ചിരി സ്നേഹം മനസ്സിലാക്കാൻ വൈകിപ്പോയെങ്കിലും ഇനി വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷ വാർത്തകൾ കേൾക്കണം, മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് എനിക്കെടുത്ത് താലോലിക്കണം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും പറയണ്ട, അങ്ങനെയൊന്നും അമ്മ മരിക്കുകയൊന്നുമില്ല, കുറേ കാലം ജീവിച്ചിരിക്കും, എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്നോട് പറയണം, നമുക്കതൊക്കെ സാധിക്കണം എന്ന് പറയുമ്പോൾ വിലാസിനി പറയുവാണ്, ഇനി എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കാശിയോ രാമേശ്വരോ എവിടെയെങ്കിലും ഒന്ന് പോകണം, അത് കഴിയുമ്പോൾ സുഖമായിട്ടൊരു മരണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഗീതു അമ്മേനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. അങ്ങനെ അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്